ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ജിജീഷേട്ടനും ആദ്യം പാച്ചും കൂടെ ഒരു സ്ഥലം വരെ പോവാട്ടോ. ആദ്യം എന്നും പറയും പപ്പയെ പോവാന്ന്, പക്ഷേ ജിജീഷേട്ടൻ പോരില്ല. ജിജീഷേട്ടന് പണി കഴിഞ്ഞ് വന്നാൽ പിന്നെ മടിയാണ്. അതുമെല്ലാം ഉറക്കൊഴിഞ്ഞിട്ടുള്ള പുലച്ചയ്ക്ക് 3 മണിക്ക് പോകുന്ന പണിയല്ലേ. വൈകുന്നേരം ചിലപ്പോൾ ഉച്ചയാകുമ്പോഴത്തും ചിലപ്പം വൈകുന്നേരമൊക്കെ ആവും. അങ്ങനെ ആകുമ്പോൾ ക്ഷീണമായിരിക്കും, അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവും. എനിക്ക് ഓഫുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ അതിന് പണിക്ക് വേണ്ടാവും. പോയി വരുമ്പോൾ അങ്ങനെ തന്നെ. അതിനെക്കൊണ്ട് അങ്ങനെ കുറേ ദിവസം ഞാൻ പറയുന്നത് സ്കൂൾ പൂട്ടിയ സമയത്ത് തൊട്ട് തുടങ്ങി. പക്ഷേ ഓനും എനിക്കും ഇഷ്ടമായിട്ടോ പോവാൻ. എങ്ങോട്ടാണെന്നല്ലേ വഴിയെ പറയാട്ടോ. എന്തായാലും പാച്ചൂസും ഞങ്ങൾ 4 ആളും കൂടി ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ല ബ്ലോക്കായി പോകും. പാച്ചൂസ് ഉറങ്ങിപ്പോയിട്ട് അതിനെക്കൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി, വെള്ളിമാടുകുന്ന് എത്തി. അവിടെ നിന്നൊക്കെ പിന്നെ വേഗം അങ്ങ് പോയി. പക്ഷേ വെള്ളിമാടുകുന്ന് കഴിഞ്ഞങ്ങാട്ട് മലാപ്പറമ്പ് പിന്നെ എരഞ്ഞിപ്പാലമൊക്കെ എത്തുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരിക്കും. കുറച്ച് നേരം ഞങ്ങൾ ബ്ലോക്ക് കുടുങ്ങിന്നാലും പെട്ടെന്ന് കഴിച്ചില്ലായിട്ടോ. ഇപ്പോൾ എത്താനായി. എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങൾ ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. ബീച്ച് പാച്ചുവിനല്ല ആദിക്കും ഇഷ്ടമാണ്. ഞാൻ ജിജീഷേട്ടൻ എപ്പോഴും എങ്ങോട്ടും പോകാമെന്ന് പറയുമ്പോൾ ഞാൻ വേഗം പറയും ബീച്ചിൽ പോകാം. പക്ഷേ ജിജീഷേട്ടന് വലിയ താല്പര്യമില്ല. അതിനോട് പറയും എപ്പോഴും പോകുന്നതല്ലേ ബീച്ചിൽ പോയിട്ട് എന്തെത്താ കാര്യമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ബീച്ചിൽ പോയിട്ട്. ഞാൻ എപ്പോൾ പോയാലും ഗ്രീൻ പീസും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ കാലം നനയ്ക്കാനും കളിക്കാനൊന്നും എനിക്കിഷ്ടമില്ല. പക്ഷേ കുറച്ച് നേരം അവിടെ അങ്ങനെ പോയി നോക്കി നിൽക്കാൻ എനിക്കിഷ്ടം. ആദ്യം അതുപോലെ തന്നെ ആദ്യം വെള്ളത്തിൽ നല്ലോണം കളിക്കും. അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടെ എത്തി. ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം എത്താനായോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആദ്യം പറഞ്ഞ വരയ്ക്കൽ ആ ഭാഗത്തേക്ക് പോകുന്നത്. പക്ഷേ അവിടെ എനിക്കിഷ്ടമല്ല. എനിക്ക് എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് പോകണം ഇവിടെയാണ് കേട്ടോ. മെയിൻ ബീച്ച് ഇവിടെയാണ്. അപ്പം അവിടേക്ക് തന്നെ പോയത് ഞാൻ. പിന്നെ ഞങ്ങൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സൺഡേ ഒക്കെ ഉണ്ടാവും പോലത്തെ തിരക്കാണ്. ഞങ്ങൾ ഫ്രൈഡേ പോയത്. എന്തായാലും അടിപൊളിയായി. ആദ്യം
ഇവിടെ ഒരാൾ കിട്ടിയ സമയത്ത് മണലിങ്ങനെ തോണ്ടി കളിച്ച് പിന്നെ വാരാൻ തുടങ്ങി കേട്ടോ. വാരി ഏറ് തുടങ്ങി. ഞാൻ പറഞ്ഞു എറിയല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യമൊക്കെ ഒരു അറപ്പ് പോലെ കളിച്ചേ. പിന്നെ വേഗം വാരി എടുത്തപ്പോൾ പിന്നെ അവന് നല്ല രസമായി തോന്നി. നനഞ്ഞ മണലും അല്ലേ, വാരിങ്ങാട്ട് ഓരോരുത്തരെ മേലേക്ക് എറിയാൻ തുടങ്ങി. കുറേ പിടിച്ചൊക്കെ നോക്കി, ഏടെ ചെയ്യല്ലേന്ന് പറഞ്ഞിട്ട് പിന്നെ കേൾക്കുന്നില്ല. അവനെന്തോ അതിലൊരു സന്തോഷം. അയ്യേ ഇട്ടാള് ഇട്ടാള് അയ്യേ പപ്പ വീഡിയോ ഹായ് പറ തിരിച്ചു പോരാൻ നോക്കുക കേട്ടോ. അപ്പോൾ റിജീഷേട്ടന് ചൊരണ്ടേസ് വേണമെന്നാണ്. ഞങ്ങൾ ചൊരണ്ടേസ് എന്നാട്ടോ പറയുക. ചിലവരൊക്കെ ഐസർദീന്നും അങ്ങനെ എന്തൊക്കെയോ പറയലുണ്ട്. ഞങ്ങൾ ചൊരണ്ടേസ് എന്നാണ് പറയുക. അപ്പോൾ റിജീഷേട്ടൻ അവിടെയൊക്കെ ചോദിച്ചു, എവിടെ ഇല്ല കേട്ടോ. കുറച്ച് ദിവസം അതെന്തോ നിർത്തലാക്കിയെന്നോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞ ഷോപ്പാർ. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ചായ കുടിക്കാൻ പോയി അവിടെ ഇരുന്ന് ചായക്ക് പറഞ്ഞ് അവിടെ കാത്തിരിക്കാം. അപ്പോൾ ആദ്യക്ക് കാടമുട്ട വേണമെന്ന് പറഞ്ഞ് കാടമുട്ട വാങ്ങിക്കൊടുത്ത് പിന്നെ ഒരു കോളിഫ്ലവർ പൊരിച്ചോ വാങ്ങിട്ടോ. അപ്പോൾ അത് ബാച്ചുവിന് കൊടുത്ത് അപ്പോഴേക്ക് അങ്ങോട്ടും ആദ്യം ബാച്ചുവിന് കച്ചറയായി. പിന്നെ ആദ്യക്ക് വേറെ കോളിഫ്ലവർ വാങ്ങിക്കൊടുത്ത് അങ്ങനെ എല്ലാവരും കഴിച്ച്. ഞാനെപ്പോഴും പോയാൽ ഗ്രീൻ പീസ് ആട്ടോ കഴിക്കുക. എനിക്കാണെങ്കിൽ അത് കിട്ടിയില്ല. രതീഷേട്ടൻ പറഞ്ഞാൽ അവിടെ ചൂടില്ല, ഉണ്ടാക്കി വെച്ചതാണ് തരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾ കഴിച്ചില്ല. പിന്നെ തിരിച്ചു പോരാൻ നോക്കി. അപ്പോൾ ആദ്യൻ്റെ ചായ കൂടി തീർന്നില്ല. അപ്പോൾ ആദ്യനെയും കാത്തുത്തിരിക്കുക. അപ്പോൾ ഒരു രണ്ടാളും ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ തീരെ പോവല്ല കേട്ടോ. ഞങ്ങളൊരു 5-6 മണീൻ്റെ മുമ്പ് തിരിച്ചു പോരലാണ് എപ്പോഴും. ഈ രാത്രി സമയത്ത് ഇതാദ്യമായിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഇരുട്ടാകുന്നവരെ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോരാൻ നോക്കട്ടോ. ഞങ്ങൾ പോരാൻ നേരവും നല്ല തിരക്കട്ടോ. അവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, അന്ന് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ദിജീഷേട്ടന് ചൊരണ്ടേസൊക്കെ ഉള്ളടത്ത് പോയി വാങ്ങി അതും കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.